എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി, കൃഷി ചെയ്യാനും കൃഷി ചെയ്തത് കാണാനും കുക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി തക്കാളിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഒരു വർഷത്തിൽ 2-3 മാസം ഒഴിച്ച് ബാക്കി എപ്പോഴും ഫ്രഷ് തക്കാളിക്ക് ഉണ്ടാവും. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ തക്കാളി കൃഷി കാണാം. പെട്ടെന്നൊരു തക്കാളി സ്റ്റൂ വെക്കാം. എല്ലാവർക്കും മാത്യൂസ് കിച്ചൻ ആൻഡ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞെടിപ്പോടുകൂടി പറിക്കുവാണെങ്കിൽ കൂടുതൽ ദിവസം കേടാകാതിരിക്കും. നന്നായിട്ട് പഴുക്കുന്നതിന് മുമ്പേ തന്നെ പറിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ പൊട്ടാതിരിക്കും. ഇത് കണ്ട ബേർഡ്സ് വന്ന് കഴിച്ചു. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് പഴുക്കുന്നതിന് മുമ്പേ തന്നെ ചനയ്ക്കുമ്പോഴേ പറിച്ച് വെക്കും. ഇത് റേസ് ബെഡ് നിറച്ചും തക്കാളി ചെടികൾ വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി ഓൾറെഡി തണ്ടൊക്കെ വാടി കിടക്കുവാണ്. ഇത് കണ്ടോ, ഓരോ തക്കാളിയുടെയും കളർ ഡിഫറെൻ്റ് ആണ്. അതുപോലെ അത് മുറിക്കും ഭാഗവും ഡിഫറെൻ്റ് ആണ്. ഇത് ഓറഞ്ച് കളറുള്ള തക്കാളിക്കാണ്. പേഴ്സ്മെൻ പോലെ ഇരിക്കും, കണ്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളിക്ക് തന്നെയാണ്, കണ്ടോ. ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, ചെറിയ കഷ്ണം കറുവാപ്പട്ട, 6 ഗ്രാമ്പൂ, 3 ഏലക്ക ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. മൂന്ന് ചെറിയുള്ളി, നീളത്തിൽ വളരെ കനം കുറച്ചരിഞ്ഞ ഇഞ്ചി, ഒരു മീഡിയം സൈസ് കനം കുറച്ചരിഞ്ഞ വെളുത്തുള്ളി, 8 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കറിവേപ്പില ചേർക്കാം. ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. പച്ചമുളക് ചേർക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളകും പിന്നെ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അത് എരിവിൻ്റെ പാകത്തിന് ചേർക്കാം. 2 വലിയ സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. സവോള ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി ഉപ്പ് ചേർക്കാം. ഒരു 2 മിനിറ്റ് സവോള ഒന്ന് മൂടി വെക്കാം. സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചൊന്നും വെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെളിയിടുന്നില്ല. ഞാൻ തക്കാളിക്ക് സാമാന്യം വലിപ്പത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 6-7 തക്കാളിക്കുണ്ട്. നല്ല വലിപ്പമുള്ളതാണേ. 2 ചെറിയ തക്കാളിക്ക് നന്നായിട്ട് പഴുത്തത് കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളിക്ക് ആദ്യം ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിക്ക് ചാറിലേക്കൊന്ന് വെന്ത് തുടങ്ങി. വലുതായിട്ട് അരിഞ്ഞത് അതുപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കും.
ഈ ടൊമാറ്റോ വെന്ത് വരുന്ന സമയത്ത് 3/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി. ഞാൻ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 സ്പൂൺ ജീരകപ്പൊടി. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ആ തക്കാളിയുടെ ആ ടേസ്റ്റൊക്കെ ചാറിലേക്ക് നന്നായിട്ട് ഇറങ്ങും ഇങ്ങനെ ചേർക്കുമ്പോൾ. ബാക്കിയുള്ള തക്കാളിക്ക് നമുക്ക് നന്നായിട്ട് വേവിച്ച് അത്ര ഉടയേണ്ട ആവശ്യമില്ല. അത് കഷ്ണമായിട്ട് കഴിക്കുകയും ചെയ്യാം. തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. ഞാൻ 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തക്കാളിക്ക് ചേർക്കാം. ഈ 2-ാം പാലിലാണ് തക്കാളിക്ക് വേകേണ്ടത്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്, എന്നാൽ വെന്തുടഞ്ഞിട്ടില്ല. വെന്തുടയുന്ന ഇഷ്ടമാണെങ്കിൽ നന്നായിട്ടൊന്നും കൂടെ വേവിക്കാം. രണ്ടാം പാൽ ചേർക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. സൈഡിൽ കൂടെ ചെറുതായിട്ടൊരു തിള വന്നാൽ മതി. ഉപ്പും പുളിയും എരിവുമൊക്കെ പാകമാണോ നോക്കാം. അടിപൊളി. ഇതിന് ഞാനൊരു സെർവിങ് ഡിഷിലോട്ടൊന്നും മാറ്റുന്നില്ല. ഇതിനിങ്ങനെ തന്നെ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനിയും ഒരു വീഡിയോയിൽ കാണാം.